ആകെ സങ്കട സീൻ പറഞ്ഞ സങ്കട കൂടുതൽ കാണുന്നില്ലേ ആ കരച്ചിൽ പോയിട്ടേ നമ്മളത് അത്ര സന്തോഷത്തിൽ നോക്കിയിട്ടേ സാരം പോയി പറഞ്ഞപ്പോൾ പോയ എണിക്കടി എണിക്കടി സങ്കട സീന് പറഞ്ഞ സങ്കട സീനാണ്. ആൾ ഉച്ചക്ക് വരെ എൻ്റെ കൂടെ കൊണ്ടാണ് മടി കിടന്നിട്ട് ചിരിച്ച് കളിച്ച് കാട്ടിക്കൊണ്ട് നിന്നായിരുന്നു. അതങ്ങനെ ഉണ്ടാപ്രാണിയാണെങ്കിൽ നമുക്ക് അതിനെ വളർത്തിയതിൻ്റെ ആ ഒരു സങ്കടമില്ല. നമുക്ക് അതിന് കൂടും കാര്യങ്ങളൊക്കെ ചോറൊക്കെ ഞാൻ ഉച്ചക്ക് കൊണ്ട് കൊടുത്തിട്ട് പോയതാണെന്ന്. സാധാരണ ഉച്ചക്ക് ചോറ് കൊടുത്താൽ ഞാൻ കൂടെ അടയ്ക്കാനാണ്. അപ്പോൾ ഒന്നും അടച്ചില്ല. അപ്പോൾ കിടന്നോട്ടെ ഇഷ്ടം പോലെ ഒന്ന് കളിച്ചോട്ടെ എന്നുകൊണ്ട് വിട്ടതായിരുന്നു. കിടക്കണണ്ട എന്താടിക്ക് ഇങ്ങനെ ഡി എന്താ സുത്തമ്മ നോക്ക് ഡി എന്താടി എന്ത് പറ്റിയടാ നിനക്ക്? എവിടെ പോയി നീ? എവിടെ പോയിട്ട് എന്ത് കഴിച്ചാണ് നീ? ജീവൻ പോയി എന്തായാലും പാവത്തിൻ്റെ. ആളുകൾ കണ്ണ് വെച്ചിട്ട് പോയി ആയി കൊടുക്കണ എന്താണെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നായിരുന്നു. സങ്കട സീനായി. എന്തായാലും ഇത് കൂട്ടിൽ ഇതാണ് കേട്ടോ അതിൻ്റെ കൂട്. അതിന് വെള്ളം കാര്യങ്ങൾ എല്ലാം വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഇതാകുന്നതാണ്. അതുകൊണ്ട് ചോറൊക്കെ വെച്ച് കൊടുത്തത് കഴിച്ചിട്ടേ ഇല്ല. പോയി ആ ടൈം വരെ ഇതാണ് പറയുന്നത്. കുട്ടികളായാലും ആരായാലും നമുക്ക് എപ്പോഴും ശ്രദ്ധ വേണം പറയണത് വെറുതെ അല്ല. നമുക്ക് ഒരു മിണ്ടാപ്രാണി കുട്ടി എന്തെങ്കിലും കടിച്ചാണെന്നും അറിയില്ല. മുതൽ പോയി എന്താ പറയുക വളർത്തി വലുതാക്കി കൊണ്ട് സാധനം കിടക്കണ കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് തങ്ങണമെന്ന് വെച്ചാൽ അടുത്ത് വന്നിട്ട് കിടക്കുള്ളൂ ആൾ. അപ്പോൾ ഒരു പ്രാവശ്യം മടി കിടന്നപ്പോൾ പൊടി കിടന്നുകൊണ്ട് തട്ടി കഴിഞ്ഞപ്പോൾ അതിനുശേഷമൊക്കെ പുള്ളിക്കാരത്തി ഇല്ല. അതിനുശേഷമൊക്കെ വന്നിട്ട് പുള്ളിക്കാരത്തി സൈഡിൽ തന്നെ കിടക്കുള്ളൂ. ഇന്ന് മടി കിടക്കില്ല. സൈഡിൽ അങ്ങനെ പറ്റി ഇങ്ങനെ കിടക്കും. ഇന്ന് 1 മണിക്കൂർ നമ്മൾ ആ ശ്രദ്ധക്കേട് പറ്റിയതുകൊണ്ടുണ്ടായി മുതൽ പോയി. ഇപ്പം എന്താ ചെയ്യാൻ വരെ ഇന്ന് സംക്രാന്തി ആയിട്ട് കുറേ അടിച്ചു പൊളിച്ചാണ്. കോഴി നൈനി അത് ഇതൊക്കെ ആയിട്ട് ഇന്ന് അതിലേറെ സങ്കട സീനാണ്. നമ്മുടെ വെറ്റില പൊന്നും ആ കടയിലാടാ ഇതാ മൂലക്കടയിലുണ്ടാവും. ആ അവിടെ. അപ്പോൾ ആകെ സങ്കട സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കിങ്ങിണി ഉച്ചയ്ക്ക് ശേഷം ഫുള്ളായിട്ടൊന്ന് ഫ്രീ ആയിട്ട് വെളിയിൽ വിട്ടാണ് ആളിനെ. അപ്പോൾ സാധാരണ വിടാറില്ല. കുറച്ച് നേരം കളിപ്പിച്ച് കഴിഞ്ഞാൽ ഞാൻ ഉള്ളിൽ കൂട്ടി കയറ്റും അങ്ങനെ ചെയ്യാറ്. ഇന്ന് ഫുള്ളായിട്ട് വെളിയിൽ വിട്ടു. ഞാൻ ഒത്തിരി ശ്രദ്ധ നമ്മുടെ ഇത് മാറി നോക്കുമ്പോൾ അപ്പോഴേ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് വന്ന് കഴിഞ്ഞപ്പോൾ കാണാനില്ല. അവർ നോക്കിയപ്പോൾ ഉള്ളിൽ ഇങ്ങനെ മാണ്ട് കിടക്കണം. എന്താ സംഭവം തരില്ല. എന്തോ ദഹിക്കാണ്ടാണെന്ന് വിചാരിച്ചത്. പക്ഷെ എന്തോ കഴിച്ചതോ എന്തോ പ്രശ്നമാണോ എന്താണെന്ന് അറിയില്ല. അപ്പോൾ ആൾ പോയി. ഇതാ സീന് വേണ്ട കിടക്കുന്നത്. അപ്പോൾ കൂടി വേണം വേണ്ട ആൾ കിടക്കണണ്ട. ഇനിയിപ്പോൾ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആൾ പോയി. നോക്ക് എത്ര സങ്കടമുള്ള സീനാണ്. നോക്ക് എത്ര സങ്കടം പറഞ്ഞു കഴിഞ്ഞാൽ കളിച്ച് ജയിച്ചിട്ട് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയാണ്. ഇനി കണ്ടു കഴിഞ്ഞാൽ എന്താണ് ഏതാണ് ചോദിച്ചിട്ട് ചാടി മേത്ത് വരുന്നതും കൊടുക്കണ ചോദിക്കുന്നതായിരുന്നു. അത്രയും ഇതായിരുന്നു. ഭയങ്കര സങ്കടം പറഞ്ഞാൽ ഭയങ്കര സങ്കടം ആയിട്ടാണ്. ഇപ്പം ഇനി എന്തായാലും ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പവും വന്ന ദിവസത്തേക്ക് ഇതിനെ കൊണ്ടുപോയിട്ട് എന്തായാലും സമാധാനം ചെയ്യാം. അല്ലാണ്ട് ഇപ്പോൾ വേറൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ഇപ്പോൾ കിട്ടിയാ ഇവിടെ തന്നെ ഇട്ടെ. ഇപ്പം ചേട്ടായി വരെ നമ്മുടെ കിങ്ങിണി എന്തായാലും ഇനിയൊന്നും ചെയ്യാൻ വഴിയില്ല. ആൾ പോയി പാവം. സങ്കടം വന്നിട്ട് വരാം.
നടത്തണതാ പാട്. അടിയിൽ തന്നെ ഇടാടാ. നന്നായി താത്തണം. ഒരുവിധം താത്തും വിട്ട് മണി അവിടെ നിന്ന് ഈ സൈഡ് എടുക്കട്ടാ. ഈ മണ്ണിട്ട് അവിടെ നിന്ന് ആ ഉച്ച വരെ കളിച്ച് ചെറിച്ച് നടന്നാണ്. എടുത്തേ പറ പാവണ്ട പോട്ടെ. എന്തായാലും അതിൻ്റെ പറഞ്ഞിട്ട് കാര്യമില്ല. ഭയങ്കര എടുക്കടാ ഉണ്ടാവും. ടൈമൊക്കെ നമ്മുടെ കിങ്ങിണി പോയി. ഇത്രേ ഉള്ളൂല്ലേ മനുഷ്യന്മാരുടെ കാര്യമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ സിദ്ധോപ്പിൻ്റെ കാര്യം കണ്ടില്ലേ? എത്രയുണ്ട് പറ. ഈ പുല്ല് കെട്ടി വയ്ക്കലേ. അപ്പോൾ ലാസ്റ്റ് പുല്ലും കെട്ടി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കിങ്ങിണി. പോട്ടെ.